അപ്പൊ ആഴ്ച പൊങ്കാല വ്ലോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് 3 നേരം റെഡി ആയിട്ട് 9 മണിക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത അമ്പലത്തിൽ തന്നെ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി പൊങ്കാലയ്ക്ക് ഉണ്ട്. ഇനി വിറകും കൂടെ വെച്ച് പോവാണ്. ബൈ. അങ്ങനെതാ റിച്ചിക്കുട്ടന് രാവിലെ ഇച്ചിരി പിണക്കുമായിരുന്നെങ്കിലും ചൂടുവെള്ളത്തിലൊക്കെ കുളിപ്പിച്ച് ഇതാ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ മറ്റേ പൊങ്കാലയ്ക്ക് പോകാൻ പോവുകയാണ്. ശ്രീ വിറകൊക്കെ എടുത്ത് സെറ്റായി. പോവാം മോനെ, ആണ്ടേ പോവാം മോനെ, മോനെ പോവാമോ? നമ്മളിത് അമ്പലത്തിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി നിന്ന് കഴിഞ്ഞാൽ റിച്ചുകൂട്ടൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞാൽ അവൻ ദേഷ്യം. ഒന്നാമത് അവൻ തൊട്ടിലിൽ കിടന്ന് രാവിലെ എണീപ്പിച്ചാണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ ബാക്കി വിഷ്വൽസ് ഇടുന്നതായിരിക്കും. ഓക്കെ ബൈ. എടുക്കുക എല്ലാവർക്കും ആയി എടുക്കാൻ പറഞ്ഞ് പൊളിച്ച ഒരു ആയി എടുക്കുക എല്ലാവർക്കും. പോണ്. അപ്പം എനിക്ക് വേണ്ട മുല്ലപ്പൂവൊക്കെ വാങ്ങി അച്ഛനും മോനും വന്നിട്ടുണ്ട്. വേത്തിരിക്കുകയാണ്. താങ്ക് യു. പൊങ്കാലയിടാൻ ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. കഴക്കൂട്ടത്ത് നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് ആ പൊങ്കാല അടുപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളതാ മെയിൻ ആള് പൊങ്കാലയുടെ ഇരിക്കുന്ന കണ്ടല്ല റിച്ചുകുട്ടനാണ്. ശ്രീ ഇവിടെ പൊങ്കാല അടുപ്പൊക്കെ സെറ്റ് ചെയ്തത്. ഇങ്ങനെ റിച്ചുകുട്ടുന്ന അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. റിച്ച് മെയിനായിട്ട് ഇരിപ്പുണ്ട്. ഉണ്ണിയപ്പോന്ന് വിചാരിച്ചതോ പൊങ്കാലയിടാനുള്ള മണ്ടപ്പുറ്റ് ചെന്ന് പിടിക്കുകയാണ്. പൂവൊക്കെ ഉള്ളിടത്ത് റിച്ചുവിനെ കുറച്ച് എൻഗേജിങ് ആയിട്ട് നിർത്തണം, ഇല്ലെങ്കിൽ അവന് ബോറടിക്കും. റിച്ചുകുട്ടാ മോനെ അതെന്തരി അതെന്തോന്ന് അവിടെ? ഓ ഹായ് ഫൂ ഫൂ. കൊള്ളാം. അങ്ങനെ സമയമായി വരുന്നു. ഇപ്പം മണി 8:30 നമ്മളെല്ലാം റെഡിയാക്കി പൊങ്കാലയ്ക്കുള്ള. ഇനി അവിടെ പൊങ്കാല ആറ്റുകാൽ ഏത് സമയത്താണോ ആവുന്നത് കറക്റ്റ് 9 മണിക്ക് ഇവിടെയും അഗ്നി പകരും. കുറച്ച് കഴിഞ്ഞ് ഞാനും റിച്ചുകുഞ്ഞും കൂടെ പോകും. കാരണം അവന് കാപ്പിയൊന്നും കൊടുത്തില്ല. തിരുവനന്തപുരത്തുകാരൻ്റെ ഒരു പ്രധാന ഒരു ദിവസമാണിന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും പൊങ്കാലയുടെ ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നമ്മളും ഈ പൊങ്കാല വിശേഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ്. അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാം കുടിച്ചിട്ട് ദോശ കഴിക്കാൻ പോവാം. പൊങ്കാലയ്ക്കുള്ള സമയം ശ്രീയെല്ലാം സെറ്റായി. പൊങ്കാല അടുപ്പ് കത്തിക്കാൻ പോവാണ് ഗൈസ്. ഇപ്പൊ നല്ല തിരക്കായി. ഇതെന്താ റിച്ചിക്കുട്ടന് ഉള്ളിക്കറി, ചിക്കൻ ഫ്രൈ, ചപ്പാത്തിരി മാവൊക്കെ കുഴച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ശ്രീയുടെ കുക്കിംഗ് ആണ്. ഓ എന്തുവാണ് മക്കളെ? അയ്യോ. അപ്പോൾ പൊങ്കാലയൊക്കെ ഇട്ടിട്ട് വന്നതിന് ശേഷം എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ റിച്ചുകുട്ടനോട് ഞാൻ കുറച്ച് നേരം കളിക്കാൻ വേണ്ടി വെളിയിൽ വന്നിരിക്കുകയാണ്. ശ്രീ ഒന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷം ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നൈറ്റ് നമ്മളൊന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാല ഡേ വ്ളോഗ് വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക.